ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. അസ്ലം സാറാണ്. നമ്മുടെ +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രൊജക്ടൈൽ മോഷൻ. ഈ പ്രൊജക്ടൈലിൻ്റെ പാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് ഒരു പരാബോളയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഒരു പാത്തിനെ, ഈ ഒരു മാത്തമാറ്റിക്കൽ ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പരാബോള എന്ന് പറയുന്നത്. അപ്പം വളരെ റെയർ ആയിട്ട് നമ്മുടെ എക്സാമുകളിൽ എന്താക്കാറുണ്ട്, ഈ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഒരു പരാബോളയാണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. റെഡി? സോ നോക്ക്, പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പ്രൊജക്ടൈലിന് മുന്നോട്ടേക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അതായത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എസ് എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ഡയറക്ഷനിലോട്ടല്ലേ പോകുന്നത്, സോ എസ് എക്സ് എന്ന് എടുക്കുന്നു. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെ എസ് വൈ എന്നുള്ള രീതിയിൽ എടുക്കുന്നു. റെഡി? അങ്ങനെയാവുന്ന സമയത്ത് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പ്രൊജക്ടൈൽ, ഒരു പ്രൊജക്ടൈലിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടല്ലോ, എസ് ഈക്വൽ ടു ut + ½ at സ്ക്വയർ, അതിൻ്റെ വെർട്ടിക്കൽ ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് വൈ ആക്സ് ആണല്ലോ വെർട്ടിക്കൽ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം, എസ് വൈ, വൈയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു യു വൈ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ വൈ ഇൻറ്റു ടി സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതി. ഓക്കെ, ഒക്കെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്തു. ഓക്കെ, സോ ഈ എസ് വൈ എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിനെ ഞാൻ വൈ എന്നുള്ള രീതിയിൽ കൊടുത്തു. വൈ, ഓക്കെ, വൈ ആക്സ് ആണല്ലോ മുന്നോട്ടേക്കുള്ള എന്താണ്, എക്സ് ആക്സും. സോ വൈ ഈസ് ഈക്വൽ ടു യു വൈ ടി. ഇനീഷ്യൽ വെലോസിറ്റീൻ്റെ വൈ കമ്പോണൻ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് അത് യു സൈൻ തീറ്റ ആണ്, നമുക്കറിയാമല്ലോ. ഓക്കെ, അത് കൊടുത്തു. സോ യു സൈൻ തീറ്റ ഇൻറ്റു ടി എന്ന് കൊടുത്തു പ്ലസ് ഹാഫ് എ വൈ. എ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ആണ്. ഇവിടെ വൈ ഡയറക്ഷനിലുള്ള ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് എങ്ങോട്ടാ, താഴോട്ടാണ്, അത് -g ആണ് അല്ലേ. ഓക്കെ, സോ പ്ലസ് ഹാഫ് എ വൈ എന്നുള്ളതിന് പകരം എന്താണ്, -12g എന്ന് കൊടുത്തു ഇൻറ്റു ടി സ്ക്വയർ എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. ഇനി എന്താണ്, നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുകയാണ്. ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എസ് എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലി നമുക്കറിയാം ഒരു പ്രൊജക്ടൈൽ എന്താണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. അത് എന്താണ്, യു കോസ് തീറ്റ ആണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണെങ്കിൽ, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഓക്കെ, സോ അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം, വെലോസിറ്റി യു എക്സ് ഇൻറ്റു ടൈം എന്ന് കൊടുക്കാം. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും, എക്സ് എക്സിനെ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു കോസ് തീറ്റ ആണ്. യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് കൊടുത്തു. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ വേണ്ട, അതിൽ ടി കണ്ടുപിടിക്കാം. ടി ഈസ് ഈക്വൽ ടു എന്ത് വരും, എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദെൻ പുട്ട് 2 in 1. നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ എന്ത് കൊടുത്തു, 2 കൊടുത്തു. അങ്ങനെയാവുന്ന സമയത്ത് y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നോക്കാം. നോക്കണേ, ഇവിടെ ഒരു ടൈം ഉണ്ട്, ഇവിടെ ഒരു ടൈം ഉണ്ട്, ഇവിടെ ഒരു ടൈമിൻ്റെ സ്ക്വയർ ഉണ്ട്. നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ ടൈമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു സൈൻ തീറ്റ ഇൻറ്റു എക്സ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു, ഈ ടൈമിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം ഇക്വേഷൻ 2ൻ്റെ സ്ക്വയർ കൊടുക്കുക, എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. റെഡി? ദെൻ വൈ ഇസ് ഈക്വൽ ടു, ഇതിൽ യു കട്ടായിപ്പോയി, ടാൻ തീറ്റ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ടാൻ തീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആ മൈനസിനെ ഞാൻ പിന്നെ പുറത്തേക്ക് എഴുതി, മൈനസ് നോക്കിക്കോ ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ആ എക്സ് സ്ക്വയർ ഒഴികെയുള്ള ബാക്കി നമ്പറിനൊക്കെ ഞാൻ എന്താക്കി, ഒരു ഗ്രൂപ്പായിട്ട് എഴുതി. ഓക്കെ, ഇൻറ്റു എന്താണ്, എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. ഇതിൽ നോക്ക്, തീറ്റയും ജിയും യുവും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് ഇവൻ മൊത്തം എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവൻ ഈ ബ്രാക്കറ്റിലുള്ള സാധനം മൊത്തം എന്തായിരിക്കും, മറ്റൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാവുന്ന സമയത്ത് ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് y ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് a ഇൻറ്റു എക്സ്
പ്ലസ് മറ്റൊരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ പരാബോള. ഇതെന്താണ്? ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. ദാറ്റ് മീൻസ് എന്താണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ ഇക്വേഷൻ ആണ് നമ്മൾ എന്തിലേക്ക് എത്തിച്ചത്? പരാബോളയുടെ ഇക്വേഷനിലേക്ക് എത്തിച്ചത്. ദാറ്റ് മീൻസ് ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ട്രജക്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും? പരാബോള ആയിരിക്കും. സോ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.